നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പുതിയ മാനേജറോട് ലോണിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മറ്റാരുടെങ്കിലും പ്രോപ്പർട്ടി വെച്ച് ലോൺ തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രോപ്പർട്ടിയാണോ അവർ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ നടന്നത് തന്നെ. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? മനോജ് നിന്നെ തിരക്കി. മനോജിന് എന്താ വിശേഷം? അവൻ അവിടെ പുതിയ വിശേഷങ്ങൾ വല്ലതും ഉണ്ടാക്കിയോ? അല്ല, മാലമോഷണോ പ്രമാണ തിരിമറിയോ മറ്റോ? അത്രയ്ക്ക് നല്ല കുടുംബമാണല്ലോ, അതുകൊണ്ട് അവിടെ എന്തും പ്രതീക്ഷിക്കാം. ഹരിതേ, മതി മറ്റുള്ളവരെ ആക്ഷേപിച്ചത്. നീയും മനോജുമായിട്ട് ഇങ്ങനെ പോയാൽ മതിയോ? മനോജിനോട് സംസാരിച്ചപ്പോ അവന് നല്ല വിഷമമുണ്ട്. ഹരിതേ, ജീവിതമാകുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മള് വേണ്ട. ഏട്ടന്റെ വേദാന്തം ഒന്നും ഇങ്ങോട്ട് വേണ്ട. മാത്രമല്ല, ഒരു കൗൺസിലിങ്ങിന് ഇരിക്കാനുള്ള മൂഡ് തൽക്കാലം ഇല്ല. സമയം കിട്ടുവാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ വേരോടെ അറുത്തു മാറ്റുന്ന കെട്ടിയോൾക്ക് കൊണ്ട് കൊടുക്ക് കൗൺസിലിങ്ങും ബോധവൽക്കരണവും ഒക്കെ. അതെ, മകനായാലും മകളായാലും എന്നെ ധിക്കരിച്ചുകൊണ്ട് ആരും ഈ വീട്ടിൽ നിൽക്കണ്ട. നിങ്ങൾ ആരുടെ കാര്യം ഈ പറയുന്നേ? നീ എന്താ ഈ വീട്ടിലുള്ളതല്ലേ, അതോ നീ എന്നെ പൊട്ട കളിപ്പിക്കാണോ? എടി, നിന്റെ സന്തതിയുടെ കാര്യം തന്നെയാ ഈ പറയുന്നത്. ഓ, പിന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നീ ആയിട്ട് തന്നെ അത് ചെയ്യണം. എന്ത്? എന്തെന്നോ? നിന്റെ പുന്നാര മോനെയും ആ വന്ദനയും ഇവിടെ നിറക്കി വിടണം. അത് കൊള്ളാം. നിങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണോ ഇനിയിപ്പൊ ഞാൻ വിചാരിച്ച നടക്കാൻ പോകുന്നത്? അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കാത്ത മകനാണെങ്കിൽ അമ്മ പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. അതെ, അങ്ങനെ കേട്ടില്ലെങ്കിൽ അത് നിന്റെ വളർത്തു ദോഷമാണ്. മക്കളെ ചൊല്ലും വിളിക്കും വളർത്തേണ്ടത് അമ്മമാരാണ്, അല്ലാതെ 100 കൂട്ടം കാര്യങ്ങളോട്ട് നടക്കുന്ന അച്ഛന്മാരല്ല. അതെ, അത് തന്നെയാ ഇവിടുത്തെ പ്രശ്നം. 100 കാര്യങ്ങളായിട്ട് നടന്നപ്പോഴേ മക്കളെ സ്നേഹിക്കാൻ മറന്നു. അച്ഛന്റെ സ്നേഹം കിട്ടാതായതുകൊണ്ടാ അവൻ ഇപ്പൊ അനുസരണം ഇല്ലാതായി പോയത്. എടി, മൂത്തവനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു. പക്ഷേ ജഗൻ, അവനായിരുന്നു എന്റെ എല്ലാ പ്രതീക്ഷയും. അവൻ എന്നോട് ഇങ്ങനൊരു വൃത്തിയേട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒരു രാഷ്ട്രീയക്കാരൻ അവന്റേതായിട്ടുള്ള വ്യക്തിത്വം പാലിക്കുമെന്ന് ഞാൻ കരുതി. ഇതൊരുമാതിരി തേണ്ടി പിള്ളാരെ പോലെ. നീ എന്തു പറഞ്ഞിട്ടാണെങ്കിലും ശരി, അവനോട് അവളെയും വിളിച്ചിറക്കി എങ്ങോട്ടെന്ന് വെച്ചാ പോവാൻ പറ. അവളെ കൊണ്ട് കളയാൻ പറ. ഇതൊക്കെ ഞാൻ എന്റെ മോനോട് എങ്ങനെ പറയും? നിനക്ക് പറയാൻ പ്രയാസമാണെങ്കിൽ നീ പറയണ്ട. പക്ഷേ അവളെയും കൊണ്ട് ഈ വീട്ടിൽ തുടരാനാണ് ഉദ്ദേശമെങ്കിൽ നീ അവരെ സപ്പോർട്ട് ചെയ്താൽ നീ ഇറങ്ങണം അവരോടൊപ്പം. കുറുപ്പിനെ തോൽപ്പിച്ചിട്ട് ഇവിടെ ആരും ആള് കളിക്കണ്ട. ഈശ്വര, ഇങ്ങരുടെ സ്വഭാവം ഇനി എപ്പോ മാറാനാ?
മാധവേട്ട, ഉം. എന്തു പറ്റി? ദേമോളുടെ കാര്യം ആലോചിക്കുകയാണോ? ഏയ് അല്ല പിന്നെ ചന്ദ്രു, ഇപ്പോ ഇൻഷുറൻസിന്റെ കുറച്ച് പൈസ കിട്ടുമല്ലോ, അതിന്റെ കൂടെ ഒരു ലോണും കൂടെ എടുത്താലോ എന്ന് ആലോചിക്കാം. ഒരു പ്രാവശ്യം ലോൺ എടുത്തതിന്റെ പുകലുകളൊക്കെ മാധവേട്ട മറന്നോ? ഞാൻ നിനക്ക് പണ്ടൊരു വാക്ക് തന്നിരുന്നില്ലേ, ഒരു 3 നില കെട്ടിടം. 3 നില കെട്ടിടം ഇനി നടന്നില്ലെങ്കിലും കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടെങ്കിലും പണിയണ്ട ചന്ദ്രു. മാധവേട്ട, അതൊക്കെ ഞാൻ എന്നേ മറന്നു. ഉം. മറവി ചിലപ്പോഴൊക്കെ ഒരു അനുഗ്രഹമാണ്, പ്രത്യേകിച്ച് പറഞ്ഞ വാക്ക് പാലിക്കാൻ ശേഷിയില്ലാത്ത ഭർത്താവുള്ളപ്പോ. മാധവേട്ട, അങ്ങനെയൊന്നും പറയരുത്. ഈ കുടുംബത്തിന് വേണ്ടി മാധവേട്ടൻ കഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പഴയ കാരണവന്മാര് പറയും, കുറെ മക്കളുണ്ടായിട്ട് കാര്യമില്ലെന്ന്, കുടുംബത്തിന് ഉതകുന്ന ഒരു മകനെങ്കിലും വേണമെന്ന്. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എന്റെ കാലശേഷം നിന്നെ നമ്മുടെ മക്കൾ നോക്കിക്കോളൂന്ന് എനിക്കിപ്പോ യാതൊരു വിശ്വാസവും മാധവേട്ട, അവര് അറിയാം, ചിലപ്പോ സാഹചര്യങ്ങളായിരിക്കും. ഉം. എന്തായാലും ഒരു ലോൺ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയൊരു ലോണോ? എന്ത് ഈട് വെച്ചിട്ട്? ഉള്ള പ്രമാണം മനോജ് കൊണ്ടുപോയി പണയം വെച്ചിരിക്കല്ലേ? ഞാൻ പുതിയ മാനേജറോട് ലോണിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മറ്റാരുടെങ്കിലും പ്രോപ്പർട്ടി വെച്ച് ലോൺ തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രോപ്പർട്ടിയാണോ അവർ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ നടന്നത് തന്നെ. അതിന് വേറെ ആരാ നമുക്ക് ലോൺ എടുക്കാൻ പ്രോപ്പർട്ടി തരുന്നത്? ആ, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം മാനേജർ ഒരു മറുപടി പറയട്ടെ. ആ വഴി മറ്റൊന്നുമല്ല, അച്ഛൻ മനസ്സിൽ കാണുന്നത് എന്റെ സ്ഥലമാ. ഇന്ന് തന്നെ പ്രമാണം അലമാരയിൽ നിന്നെടുത്ത് മാറ്റണം. നാളെ ബാങ്ക് ലോക്കറിൽ കൊണ്ടുവയ്ക്കണം. എന്റെ സ്വത്ത് സ്വപ്നം കണ്ടിട്ട് ആരും പരിപ്പ് വേവിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.